എന്റെ മോനെ ഒരു അർജന്റീന ഫാൻസ് എന്ന നിലയിൽ ഒരു സ്റ്റോറി വരെ ഇടാൻ കഴിയില്ലടാ. അപ്പൊ ഒന്ന് ചോദിക്കാണ്, നിങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ, നിങ്ങൾ റഫറിക്ക് പൈസ കൊടുത്തല്ലേ, എന്താലേ. ഇപ്പൊ നിങ്ങൾ വെച്ച് നോക്കി, ഇന്ത്യയിലാണെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യയിലും ഉണ്ട്, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അതിന് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേമാതിരി തന്നെ അവരുടെ രാജ്യത്ത് രണ്ട് വിഭാഗക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അയച്ചിട്ട് ആ നാട്ടിലത്തെ എല്ലാവരും അങ്ങനെ ആവുന്നുണ്ടോ? എന്താലേ. അതുമാതിരി റഫറിക്ക് പൈസ കൊടുത്തില്ല, ഇത് കളിച്ചിട്ടല്ല. റഫറിക്ക് 79-ാം മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ടൈമിൽ റഫറിന്റെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിയപ്പോഴാണ് റഫറി തീരുമാനം മാറ്റിയത്. എന്തൊക്കെ അടിച്ചു ഇറക്കണത്. എന്നാലും നമ്മൾ കളിച്ച് ജയിച്ചതാണെന്ന് സമ്മതിക്കണേ ഇല്ല അമ്മാരി ആൾക്കാർ. എന്തായാലും കപ്പ് നമ്മൾ തന്നെ തൂക്കും, അത് വേറെ ലെവല്. കളീൻ്റെ ആ രീതിയിൽ കണ്ടാൽ മതി, അല്ലാതെ അതിൽ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടിച്ചിറക്കേണ്ട ആവശ്യങ്ങൾ ഇല്ലാന്നേ ഞാൻ പറയുന്നു. ഞാനിപ്പോൾ ഇത് പറഞ്ഞു വിചാരിച്ചിട്ട് ഇന്നെ തെറി വിളിച്ച് ആരും വരാതെ നിൽക്കണ്ട. ഇതിപ്പോൾ ഏത് നാട്ടിലായാലും ഉണ്ടാവും, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ഇത് കണ്ടോ, ഇപ്പോൾ അർജന്റീനയിൽ നടന്നൊരു സംഭവമാണ് ഈ കാണുന്ന വീഡിയോ. കണ്ടോ, ഇതിലിപ്പോ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരനെ അവിടുത്തെ പോലീസുകാർ തന്നെ അവരെ പിടിച്ചു കൊണ്ടുപോവാണ്. കണ്ടില്ലേ, ഇതന്നെയാണ് അവസ്ഥ. വിചാരിച്ചു കുറച്ച് വിഭാഗം ആൾക്കാർ അങ്ങനെ ഉണ്ട് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെ ആക്ഷേപിക്കരുത്. നിങ്ങൾ കളീൻ്റെ ഒരു സ്പിരിറ്റിൽ എടുത്താൽ മതി. കളി അതിൻ്റെ ഒരു ഇതിൽ എടുക്കണോ, അല്ലാതെ അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു ടീം ജയിച്ച് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഓരോ ആരോപണങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അതിനെ ആക്ഷേപിക്കല്ലേ വേണ്ടത് എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം കേട്ടോ.